പ്രധാനമന്ത്രിയേക്കാളും കൂടുതൽ ശമ്പളം, യോഗ്യത 2ാം ക്ലാസും ഗുസ്തിയും. ഇന്ത്യയിലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളം PSC ചെയർമാൻ്റേതാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. 2025 ശമ്പള പരിഷ്കരണത്തോടു കൂടിയാണ് ഇത്രയും ഭീമമായ സംഖ്യ PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ലഭിക്കുന്നത്. PSC ചെയർമാന്റെ മാസ ശമ്പളം എന്ന് പറയുന്നത് 4,10,000 രൂപയാണ്. PSC അംഗങ്ങളുടെ മാസ ശമ്പളം 4 ലക്ഷം രൂപയാണ്. അതായത് PSC ചെയർമാനും PSC അംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം 10,000 രൂപയുടെ വ്യത്യാസമാണ് 2025 ശമ്പള പരിഷ്കരണ പ്രകാരം. ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്രയാണെന്ന് നോക്കാം. 2,80,000 രൂപയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം. കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം 1,80,000 രൂപയാണ്. അതായത് പ്രധാനമന്ത്രി 2,80,000 രൂപ പ്രതിമാസ ശമ്പളം വാങ്ങുമ്പോൾ PSC ചെയർമാൻ വാങ്ങുന്നത് 4,10,000 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു തീവട്ടിക്കൊള്ളയാണ്. നമ്മുടെ പൊതു ഖജനാവിൽ നിന്നാണ് ഇത്രയും പണം ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഈ 50% പേർക്ക് നിശ്ചിത യോഗ്യത വേണ്ട, അവരെ നിയമിക്കുന്നത് സർക്കാരാണ്. ബാക്കി 50% പേർക്ക് മാത്രമേ യോഗ്യത വേണ്ടൂ. ഭരണഘടന അനുച്ഛേദം 317, 318 പ്രകാരമാണ് PSC ചെയർമാനെ നിയമിക്കുന്നത്. അനുച്ഛേദം 1317(1) പ്രകാരം ആകെ അംഗങ്ങളിൽ 50% പേർ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണം. അതും 10 വർഷം തുടർച്ചയായി സർവീസ് ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ PSC അംഗമാകാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളവർ പൊതുരംഗത്ത് നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ നിയമനം 50% നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. ഓരോ മുന്നണി മാറി മാറി വരുന്തോറും ഈ പറയുന്ന 50% നിയമനം നടന്നുകൊണ്ടേയിരിക്കും. അതായത് പാർട്ടിക്കാർക്ക്, അതായത് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക്. ഇങ്ങനെ 2ാം ക്ലാസും ഗുസ്തിയും ഉള്ളവന് പോലും ഈ പറയുന്ന 4 ലക്ഷം രൂപ അടക്കം ശമ്പളം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് PSC. ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? PSC കഴിഞ്ഞ 10 വർഷങ്ങളിൽ, അതായത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് 2016 മുതൽ 2026 വരെ PSC നടത്തിയിട്ടുള്ള നിയമനങ്ങളാണ് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ക്രമക്കേടുണ്ട് എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അതിനു പിന്നാലെ PRDയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഇന്ന് PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആ മാർച്ച് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
50% പേർക്ക് മാത്രമേ നിശ്ചിത യോഗ്യത ആവശ്യമുള്ളൂ. ബാക്കി 50% പേർക്ക് ഈ പറയുന്നത് പോലെ മുന്നണി സംവിധാനത്തിലെ ഘടകകക്ഷികൾക്കും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് PSCയിലെ നിയമനം. ഇതുമായി ബന്ധപ്പെട്ട് മുൻ PSC ചെയർമാനും ഇപ്പോഴത്തെ BJP നേതാവുമായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഒരു FB പോസ്റ്റ് ഉണ്ട്. അതിന്റെ ബാക്കി വിവരങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്കുണ്ടാകേണ്ട യോഗ്യത നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമവും ചട്ടവും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. 10ാം തരം മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള സർക്കാർ ജീവനക്കാരനും 10 കൊല്ലത്തെ പൊതുപ്രവർത്തന പരിചയമില്ലാത്ത നേതാക്കളും PSC അംഗങ്ങളാകുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. വ്യക്തമായ നിയമവും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്ന യോഗ്യതയും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാരിന് ആരെയും അവരുടെ ഇഷ്ടാനുസരണം നിയമിക്കാമെന്ന അവസ്ഥയുണ്ട്. സംസ്ഥാന സർക്കാർ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ നിയുക്തരാക്കപ്പെടുന്നവർക്ക് യാതൊരു യോഗ്യതയും വേണ്ട എന്ന് വരുന്നത് നല്ലതല്ല. മെഡിക്കൽ എഞ്ചിനീയറിംഗ് അടക്കം പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽമാരെയും ഡെപ്യൂട്ടി കളക്ടറെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരെയും തിരഞ്ഞെടുക്കപ്പെടേണ്ടവർക്ക് യോഗ്യത നിശ്ചയിക്കുന്ന നിയമവ്യവസ്ഥ ഇല്ലാത്തത് ഒരു കുറവ് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനെല്ലാം ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ചുരുങ്ങിയത് വൈസ് ചാൻസലറാകാൻ യോഗ്യതയുള്ളവരെയാണ് കോളേജ് അധ്യാപകരിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഭരണരംഗത്ത് നിന്നാണെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ആകാനുള്ള യോഗ്യത നേടിയവരെ ആയിരിക്കണം. പോലീസിൽ നിന്നാണെങ്കിൽ DGP റാങ്കിലുള്ളവരെ ആയിരിക്കും പരിഗണിക്കുക. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ PSC അംഗമാവുകയും മെഡിക്കൽ കോളേജിലെ തെറാസിക് സർജറി പ്രൊഫസറെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ സങ്കല്പിക്കുക. അതും അതിനപ്പുറവും കേരളത്തിൽ നടക്കും. അതുകൊണ്ട് അടിയന്തരമായി PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത, സേവന വേതന വ്യവസ്ഥ എന്നിവ നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ് മുൻ PSC ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ചുരുക്കത്തിൽ PSCയിലെ 50% നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. അവർക്ക് വെട്ടിത്തിന്നാനുള്ള ഒരു വലിയ കറവപ്പശുവാണ് PSC എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ഒരാൾക്ക് 30 ദിവസം കഴിയുമ്പോൾ 4 ലക്ഷം രൂപയാണ് അയാളുടെ പോക്കറ്റിൽ വരുന്നത്. മറ്റ് ചെലവുകൾ വേറെ. ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏത് പോസ്റ്റാണ് ഒരു സർക്കാർ സർവീസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത തരത്തിലെ ശമ്പളമാണ് ഇവർക്കുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും ഇരട്ടിയാണ് PSCയിലെ ഒരു സാധാരണ ലോക്കൽ തുക്കട നേതാവിന് കിട്ടുന്നത്. എന്നാൽ എത്രമാത്രം ക്രമക്കേടാണ്, എത്ര കോടി രൂപയാണ് ഇത്തരത്തിൽ ഇവരുടെ പോക്കറ്റിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ PSC സംവിധാനം ഉടച്ചു വാർക്കുകയും കൃത്യമായ നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ഒരു തീവെട്ടിക്കൊള്ളയ്ക്ക് അന്ത്യമാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.